ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗാർഡൻ ടൂറിൻ്റെ ഒരു വീഡിയോ ആണ്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ, പ്ലാന്റ് ഒന്ന് കാണിക്കുമോ, അതിൻ്റെ വീഡിയോ, ഇതിൻ്റെ വീഡിയോ. കാരണം പ്രയാസമാണ് ഓരോന്നിൻ്റെ. കാരണം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഏകദേശം നോക്കിയാൽ അറിയാം, ഇത്രയും പ്ലാന്റുകൾ ഒന്നിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്ന് പിറ്റേന്ന് അത് ഉണ്ടാവില്ലെങ്കിൽ നിങ്ങൾ അത് കാത്തിരിക്കുന്ന പ്രയാസമായിരിക്കും. അപ്പം നിങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ള പ്ലാന്റുകളുടെ മൊത്തം ഒരു വ്യൂ കാണിക്കുക എന്നല്ലാണ്ട് ഓരോന്നിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് അയച്ചെടുക്കാൻ പ്രയാസമാണ്. അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോൾ ഒരു ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ എൻക്വയറി വരുന്ന നാംഡോക്കുമായി പൂത്തതുണ്ടോ, പൂത്ത മാവുകൾ ഏതൊക്കെയാണ് ഉള്ളത്, അതിനൊന്ന് ഫോട്ടോ ഇട്ട് തരുമോ. അതൊക്കെ ഒരു 10 ആൾക്ക് ഫോട്ടോ ഇടാൻ നിന്നാൽ 24 മണിക്കൂർ തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട്, നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നാംഡോക്കുമായിൻ്റെ ഹെവി പ്ലാന്റിൽ നിന്ന് തുടങ്ങുക. ഈ കാണുന്നതൊക്കെ ഹെവി പ്ലാന്റുകളാണ്. ഇതൊക്കെ ഫുള്ളി പൂത്ത് നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇങ്ങോട്ട് കണ്ടില്ലേ നിങ്ങൾ? ഇതിനവിടെ പൂക്കണ്ടിന്ന് പോലും നിശ്ചയില്ല എന്ന് തോന്നുന്നു. തണ്ടുമ്മലാണ് ഈ ഫ്ലവറൊക്കെ നിൽക്കുന്നത്. ഒരു എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നാംഡോക്കുമായിയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഒരു തൈ എവിടെയെങ്കിലും നഴ്സറികളിൽ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ അവിടെ ഉണ്ട്, ഗോഡൗണിലുണ്ട് എന്ന് പറയില്ല. നമ്മളെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളതാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇതൊക്കെ നാംഡോക്കുമായിയാണ്. ഈ കാണുന്നതൊക്കെ നാംഡോക്കുമായിയാണ്. ഇതിൻ്റെ ഒരു ഇരട്ടി ഇനി അങ്ങോട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ അറിയാം. ഇതൊക്കെ നാംഡോക്കുമായിയാണ് ഈ കാണുന്നത്. ആ കാണുന്നത് മുഴുവൻ നാംഡോക്കുമായിയാണ്. എല്ലാം ഒന്നും പൂക്കാത്ത മരങ്ങളില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെ നാംഡോക്കുമായിൻ്റെ മരങ്ങളാണ്. ഇതൊക്കെ നമ്മളെ താഴെ വെച്ച മരങ്ങളാണ്. ക്യൂജായി മാംഗോ എന്ന് പറയും. ക്യൂജായി എന്ന് പറഞ്ഞാൽ നമ്മളെ സൂപ്പർ ക്യൂൺ എന്ന് നമ്മളെ കേരള പേരിട്ട ഒരു മാങ്ങയാണിത്. അതാണ് ക്യൂജായി മാംഗോ. അതേപോലെ തന്നെ ബ്രൂണൈ കിങ്. ഇത് ബ്രൂണൈ കിങ് മാങ്ങയാണ്. ബ്രൂണൈ സുൽത്താൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമ്മൾ താഴെ വെച്ച നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ കായ്പ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച തൈകളാണ്. ഇതൊക്കെയാണ് വലിയ വലിയ തൈകളെന്ന് പറഞ്ഞത്. ഇത് നമ്മൾ പണ്ട് ഓൺലൈനിൽ മിയാസാക്കി എന്ന് പറഞ്ഞിട്ട് വാങ്ങിയൊരു തൈയാണ്. എന്തായാലും മിയാസാക്കി അല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മളെ സ്റ്റാർട്ടിങ്ങിലെ ടൈമിൽ നമ്മൾ ഓൺലൈനിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് പറ്റിയ പറ്റുകളാണത്. അത് ഒരുവിധ ആളുകൾക്കൊക്കെ ആ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ശേഷമാണ് നമ്മൾ ബംഗ്ലാദേശിലൊക്കെ പോയി അത് തേടി പിടിച്ച് കണ്ടുവന്നത്. കാരണം ഒറിജിനൽ നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പായതിൻ്റെ ശേഷമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു യാത്ര സംഘടിപ്പിച്ചതും അവിടെ പോയി തൈകളൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ ശേഷമാണ്. അപ്പോൾ ഇതൊക്കെയാണ് വലിയ വലിയ തൈകൾ. റോയൽ പുനാസ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. അതിൻ്റെ ഹെവി പ്ലാന്റ് ആണ് റോയൽ പുനാസൻ്റെ. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഓൾ സീസണാണ്. അത് 2-3 പ്രാവശ്യം വർഷത്തിൽ മാങ്ങ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് റോയൽ പുനാസ. അതിൻ്റെ മീഡിയം പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ മീഡിയം പ്ലാന്റാണ്. ഇത് റോയൽ പുനാസൻ്റെ മീഡിയം പ്ലാന്റാണ്. അതേപോലെ തന്നെ കേസറിൻ്റെ ഹെവി പ്ലാന്റുകളാണ്. കേസർ, മല്ലികൊക്കെ ഫ്ലവർ ചെയ്ത പ്ലാന്റുകളാണ്. ഇതൊക്കെ ഓൾറെഡി ക്ഷീണം ബാധിച്ച് കിടക്കുകയായിരുന്നു. വന്ന യാത്രാക്ഷീണമൊക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഈ വർഷം പൂവിടില്ലാന്ന് വിചാരിച്ചു. പക്ഷേ ഒക്കെ പൂവിട്ടിട്ടുണ്ട്. മല്ലികൻ്റെ ഹെവി പ്ലാന്റാണ് ഈ കാണുന്നതൊക്കെ. അൽഫോൺസിൻ്റെ ഹെവി പ്ലാന്റാണിത്. അത് ഇതുവരെ പൂവിട്ടിട്ടില്ല. ഒക്കെ കഴിഞ്ഞ വർഷം പൂവിട്ട പ്ലാന്റുകളാണ്. അപ്പോൾ ഇത് യാത്ര കഴിഞ്ഞ് വന്ന ഒരു ക്ഷീണത്തിൽ നിൽക്കുകയാണ്. തോത്താപ്പുരി അങ്ങനെയുള്ള മാങ്ങകളാണ്. ഇത് റെഡ് ഡ്രാഗൺ അല്ല, നമ്മളെ റെഡ് ഐവറിൻ്റെ ഇത് ഡിസ്പ്ലേ പീസാണ്. ഇതിവിടെ നമ്മൾ താഴെ വെച്ച ഡ്രമ്മിൽ വെച്ച പീസാണ്. ഇത് ക്യൂസാംവായി എന്ന് പറഞ്ഞ മാങ്ങ. ക്യൂസാംബ്രാഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മാങ്ങയാണ്. ക്യൂസാംവായി എന്നാണ്, അല്ലെങ്കിൽ സ്വീറ്റ് ഗ്രീൻ മാംഗോ എന്നാണ് തായ്ലൻഡിൽ ഇതിനറിയപ്പെടുക. ഫെസ്റ്റിവൽ മാംഗോ എന്ന് പറഞ്ഞിട്ട് ഒരു പേരും കൂടെ ഉണ്ട് ഇതിന്, ഫെസ്റ്റിവൽ മാംഗോ. അല്ലെങ്കിൽ കൂടുതൽ ഇത് എക്സിബിഷൻ കാര്യങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ. അതേമാതിരി ഷോപ്പിംഗ് മാളുകളിലൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു മാങ്ങയാണ് ക്യൂസാംവായി എന്നാണ് അതിൻ്റെ. അല്ലെങ്കിൽ സ്വീറ്റ് ഗ്രീൻ മാംഗോ എന്ന് പറഞ്ഞത്. അത് കൂടുതൽ പച്ചയിലാണ് കൺസ്യൂം ചെയ്യുന്നത്. അത് പഴുത്താലും നല്ല മധുരമാണ്. പച്ചയിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതിൻ്റെ മാങ്ങയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ക്യൂജായിൻ്റെ അല്ലെങ്കിൽ സൂപ്പർ ക്യൂണിൻ്റെ ഒരു മീഡിയം പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ.
പിന്നെ ലെമണ് അങ്ങനെയുള്ള മൊത്തം കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രയാസമാണ്. കാരണം നമ്മളെ ടൈമിങ്ങിൻ്റെ ഒരു മണിക്കൂറൊന്നും വീഡിയോ തേയില്ല. മാക്സിമം ഒരു അരമണിക്കൂറിൽ ഒതുക്കാൻ നോക്കാമെന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ നാംഡോക്കുമായിയാണ്. ഇത് ബനാനയാണ്. അതേപോലെ തന്നെ R2E2ൻ്റെ ഹെവി പ്ലാന്റാണ്. R2E2ൻ്റെ ഹെവി പ്ലാന്റാണ്. ലീഫൊന്നും ഇല്ലെങ്കിലും ഫുള്ളി ഫ്ലവേർഡാണ്. R2E2ൻ്റെ ഫുള്ള് ഫ്ലവർ ചെയ്ത മാവുകളാണ്. അപ്പോൾ ഇത് യാത്രാക്ഷീണം കഴിഞ്ഞ് വന്ന് അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുള്ള മാവുകളാണ്. പിന്നെ ഇത് വ്യക്തമായിട്ട് ഓരോന്നും നിങ്ങൾക്ക് വീഡിയോയിലൊന്നും വിശദീകരിച്ച് തരാൻ പ്രയാസമാണ്. ഇവിടെ വന്ന് കണ്ട് ഇതൊക്കെ പൂത്ത് കിടക്കുന്ന മാവുകളാണ്. ജസ്റ്റ് ഒരു വ്യൂ തരാമെന്ന് മാത്രം. ഇത് കായ്ച്ചിട്ടില്ലല്ലോ പൂത്തിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നുന്നവർക്ക് ഇത് നമ്മുടെ സൂപ്പർ ക്യൂണ് അല്ലെങ്കിൽ ക്യൂജായി എന്ന് പറയുന്ന മാങ്ങൻ്റെ നല്ലൊരു ഹെൽത്തി പ്ലാന്റാണ്. ഒക്കെ ഒരു വർഷം അടുത്ത വർഷമൊക്കെ കായ്ക്കാനായ പ്ലാന്റുകളാണ്. അതേപോലെ റംബുട്ടാൻ്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ. ഇപ്പോൾ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് എടുത്ത് കാണിക്കുന്നില്ല. നമ്മളെ സപ്പോർട്ട ഇത് എൻ്റെ നാംഡോക്കുമായി താഴെ വെച്ചൊരു മാവാണ്. ഇത് നമ്മുടെ പേഴ്സിമോൺ മാംഗോ, ഗോൾഡൻ പേഴ്സിമോൺ മാംഗോ പറഞ്ഞിട്ടൊരു മാങ്ങയാണ്. കഴിഞ്ഞ കൊല്ലം കാഴ്ച നമുക്ക് കിട്ടിയില്ല. ഈ മരം അതിൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്രാവശ്യം ഞാനെടുത്ത് വന്നതിനെ പുറത്തേക്ക് ആക്കിയതാണ്. വെക്കാൻ സ്ഥലമില്ലാത്തൊരു പ്രശ്നമാണ്. ഇത് കണ്ടില്ല, ഇത് താഴെ വെച്ച ഒരു മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്. ട്രെയിൻ ചെയ്തെടുത്ത അതിൻ്റെ ഷേപ്പ് കണ്ടാലും നിങ്ങൾക്ക് അറിയാം. ഫുള്ളി ഫ്ലവേർഡാണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ വന്നൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരേ സമയത്ത് ഫ്ലവറാക്കി കൊണ്ടുവന്ന ഒരു മാവാണ്. ഇത് കാലിഫോർണിയൻ ചിക്കുവാണ്, കാലിഫോർണിയൻ സപ്പോർട്ടയാണ്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ഒരു ഫ്രൂട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഫ്രൂട്ട് ഇതിങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കവറിട്ട് വെച്ചാണ് അണ്ണാനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഓവൽ ടൈപ്പിലാണ് അതിൻ്റെ ഫ്രൂട്ട് വരുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് കാലിഫോർണിയൻ സപ്പോട്ട. ഇത് നമ്മളെ കിങ്ങിണി ചാമ്പ. ഇത് ലോങ്കൻ്റെ ഹെവി പ്ലാന്റുകളാണ്. ലോങ്കനൊക്കെ ഫുള്ള് ഫ്ലവർ ചെയ്ത് തുടങ്ങിയ തൈകളാട്ടോ. ഇതൊക്കെ ലോങ്കൻ്റെ ഹെവി പ്ലാന്റുകളാണ്. കഴിഞ്ഞു. ഒരു 10-12 തൈകളുണ്ടായാലും ഇനി ഒരു 4-5 ബാക്കിയുള്ളൂ. ഇതും ഫുള്ള് ഇതൊക്കെ നമ്മൾ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് കൊടുത്ത് നിർത്തിയ ആ ഒരു ക്ഷീണമാണിത്. അതൊക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാത്തിനും ഒരേ സമയത്ത് കൊടുത്തതാണ്. ഇതൊക്കെ ഹെവി പ്ലാന്റുകൾ. ഇത് മല്ലിക, പൂത്ത മല്ലികയാണ്. മല്ലികൻ്റെ ഡ്രമ്മിലുള്ള ഹെവി പ്ലാന്റാണ്. ഇതൊക്കെ ഡ്രമ്മിൽ വീട്ടിൽ വെക്കണം, മുറ്റത്ത് വെക്കണം എന്നൊക്കെ ഉള്ളവർക്ക്. കാരണം ഇതൊക്കെ ഒരു ആഡംബരത്തിൻ്റെയാണ്. നമ്മൾ അങ്ങാടിയിൽ കൂടെ 3 കിലോ 100, 4 കിലോ 100 എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണ സാധനം തൈകൾ വാങ്ങി വെക്കുന്നത്. ഇതൊക്കെ കുറച്ച് പൈസ മുടക്കണം. നമ്മൾ സാധാരണ മാരുതി കാർ, ടയോട്ട കാറൊക്കെ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ബെൻസ് എടുക്കണേ, അല്ലെങ്കിൽ ഒരു ജഗ്വാർ എടുക്കണേ, അല്ലെങ്കിൽ റോൾസ് റോയ്സ് എടുക്കണേ, അങ്ങനെ കണക്കൂട്ടിയാൽ മതി. കാരണം കുറച്ച് പൈസ ചിലവാക്കിയാലേ നമുക്ക് ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അത് വാങ്ങാം. അല്ലാത്തവർക്കൊക്കെ അതിൻ്റെ ഒരു മീഡിയം പ്ലാന്റ് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് എല്ലാം ഉണ്ട്. പറ്റ ചെറിയ ഒരു തൈകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മീഡിയം പ്ലാന്റ് മുതലുള്ള എല്ലാ പ്ലാന്റുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ്. കോട്ടയാണ് ഇത്. ഓൾറെഡി കാസർഗോട്ടേക്ക് ബുക്കിഡാണ്. 16-ാം തീയതി പോകേണ്ട തൈയാണ്. ഇതൊക്കെ പുതിയ വെറൈറ്റി മാവുകളാണ്. ഇനി പുതിയ വെറൈറ്റികളുടെ മാങ്ങ കാണിച്ചു തരാം. ഇത് പേരാഹരിത്ത് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. അപ്പോൾ ഇത് ഞാനാകെ കൊടുത്തിട്ടുള്ളത് 2 സ്ഥലത്തേക്കാണ്. ഒന്ന് മംഗലാപുരത്തേക്കും ഒന്ന് പാലക്കാട്ടേക്കും. എന്തായാലും അവരുടെ ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഓൾറെഡി എൻ്റേത് ഇവിടെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ചക്കരക്കുട്ടി എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. നാടൻ വെറൈറ്റീനാണ്. നൊസ്റ്റാൾജിക്കാണ്. പലരുടെ ഓർമ്മകളുള്ള ഒരു മാങ്ങയാണ് ചക്കരക്കുട്ടി. ചെറിയ ചെറിയ മാങ്ങകളാണ്. അത് മുട്ടിക്കുടിയൻ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോയ മാവാണ്. ഇത് 4 kg ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട്. നമ്മളെ ഇതൊക്കെ നമ്മളെ ഗ്രൗണ്ടിൽ വെച്ച പ്ലാന്റാണ് കേട്ടോ. 4 kg. അത് പിന്നെ കാലാപ്പാടി എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ തന്നെ ഇത് നമ്മളെ നാംഡോക്കുമായി പർപ്പിൾ ശ്രീമാം എന്ന് പറഞ്ഞ മാങ്ങ കഴിഞ്ഞ കൊല്ലമൊക്കെ കായ്ച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇക്കൊല്ലം അത് വീണ്ടും ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തായ്ലൻഡിൻ്റെ തന്നെ ഒരു വെറൈറ്റി മാങ്ങകളാണ്. പേരുകൾ പറയാൻ കിട്ടാത്ത പേരുകളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ തായ്ലൻഡിൻ്റെ ഒരു സ്പെഷ്യൽ പുതിയ മാങ്ങകൾ വന്നാണ്, ആദ്യമായിട്ട് കായ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു
നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആഡംബരത്തിൻ്റെ മാങ്ങകൾ വേറെ കാറ്റഗറി ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മീഡിയം പ്ലാന്റുകൾ അവിടെ കാഴ്ചയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വെച്ച മാവുകളാണ്. ഇത് പിന്നെ നമ്മുടെ അമേരിക്കൻ റെഡ് പാൾമറാണ്, എല്ലാം പൂത്തിട്ടുണ്ട്. ഇത് മിയാസാക്കിയാണ്. നമ്മുടെ പ്ലാന്റ് ഒരു ശേഷിക്കുറവൊക്കെ വന്നിരുന്നു, നമ്മൾ മദർ പ്ലാന്റ് ആക്കി വെച്ച പ്ലാന്റാണ്. ഇപ്പോൾ ഇങ്ങനെ റിക്കവറായി ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേൾഡ് ഗിന്നസ് റെക്കോർഡ് മാങ്ങയാണ് ഗ്യുമാറാസിൻ്റെ മാങ്ങയാണ്. ഇത് പെങ്കിങ്കോ എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. പിങ്കോവൻ തന്നെ മാങ്ങയാണ്. അതൊക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മൊത്തം എല്ലാം. അപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ എത്രത്തോളം നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുള്ളത്. ഇതൊക്കെ പിന്നെ നമ്മൾ വിയറ്റ്നാം മെർലിൻ്റെ ഒക്കെ കൊടുക്കാനുള്ള തൈകളുടെ വീഡിയോ ഇട്ടതാണ്. ബനാന ചിക്കു ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇതൊക്കെ ഓൾറെഡി നമ്മളിവിടെ ഗ്രൗണ്ടിൽ വെച്ച തൈകളാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനാണ് കേട്ടോ. ഇമാ പസന്ത് ഇങ്ങനെയുള്ള ചെറിയ തൈമ പൂവിട്ട തൈകൾ എല്ലാ നമ്മളെ അടുത്തുള്ള തൈകൾ നമ്മൾ കാണിക്കുന്നത്. ഇതും പൂവിടുന്നുണ്ട്. ഇതിമേലും മാങ്ങ പിടിക്കും. 1-2 മാങ്ങകളൊക്കെ ചിലപ്പോൾ പിടിച്ചുകൂടായില്ല. നമ്മളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി പ്ലാന്റുകളാണ്. ഇതൊക്കെ ചെറിയ 300-400 രൂപേൻ്റെ തൈകളാണ്. പുതിയ വെറൈറ്റി ആദ്യമായിട്ട് പൂവിട്ടിരിക്കുകയാണ് തായ്വാൻ ആപ്പിൾ മാംഗോ. തായ്വാൻ്റെ ആപ്പിൾ മാംഗോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ലുക്ക് വൈസ് നമ്മൾ R2E2 ഒക്കെ പോലെ തന്നെയാണ് ഏകദേശം ഉണ്ടാവുക. അത്ര വലിപ്പം മാങ്ങയാണ്. മാങ്ങായിട്ട് ഇങ്ങനെ വെറുതെ ഒരു രസത്തിന് ഭംഗിക്കൊക്കെ വെക്കാമെങ്കിൽ കൊണ്ടുപോവാം. അതിൻ്റെ മീഡിയം ചെറിയ തൈകളൊക്കെ ഉണ്ട്. അല്ലാതെ വലിയൊരു ടേസ്റ്റ് വൈസിലൊന്നും ആരും വെക്കാൻ പാടില്ല. എപ്പോഴും മാങ്ങ ഉണ്ടാവും, അത്രേ ഉള്ളൂ. കറിയിലൊക്കെ ഇടാം. പഴുപ്പിച്ച് കഴിച്ചാലൊന്നും വലിയ ടേസ്റ്റ് ഉണ്ട്. ചിലർ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റുള്ള മാങ്ങകൾ കഴിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ആ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ അധികം മാങ്ങില്ലാത്ത ഈ മുട്ടിക്കുടിയാനും അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന മാങ്ങ നമ്മുടെ നാട്ടിലെ നാട്ടൻ മാവൊക്കെ തിന്നവർക്ക് അത് വലിയൊരു കുഴപ്പമില്ലാത്തൊരു മാങ്ങയാണ്. ഞാൻ പറഞ്ഞ വേറൊരു കാറ്റഗറിപ്പെട്ട മാവുകൾ തിന്നവർക്കൊക്കെ ആണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. അത് വെറും വേസ്റ്റ് എന്നാണ് ഞാനൊക്കെ പറയാറ്. ഇത് ലോങ്കൻ്റെ 4 സീസൻ്റെ ലോങ്കൻ്റെ തൈകളാണ്. അത് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലമ്മാണ്. തേനീച്ചുണ്ടല്ലോ. പിന്നെ ചട്ടിയിലുള്ള ചന്ദ്രകാരനൊക്കെ ചോദിക്കുന്നവർക്ക് ചന്ദ്രകാരൻ്റെ ഒരു കാഴ്ച തൈയാണ് ആയിരിക്കുന്നത്. ചന്ദ്രകാരൻ എന്ന് പറയും. അടിപൊളിയൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാടൻ വെറൈറ്റിയിൽ വേണ്ടവർക്ക് നമ്പൂരി മാങ്ങ എന്നാണ് തൃശ്ശൂർക്കാരതിന് പറയല്. ചന്ദ്രകാരൻ. അതേപോലെ തന്നെ അച്ചാർ മാങ്ങ, ഈ കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഒരു മാങ്ങയാണ്. നമ്മളെ ചക്കരക്കുട്ടിൻ്റെ ഒക്കെ ഒരു വേറൊരു വെറൈറ്റി. ചക്കരക്കുട്ടി ഉരുണ്ടിട്ടാണെങ്കിൽ ഇത് കുറച്ചൊരു ഓവൽ ടൈപ്പാണ്. നീലം മാങ്ങ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഡ്രമ്മിൽ വെച്ചൊരു നീലം മാവാണ്. അത്യാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ട്. വൈറ്റാണ്. അപ്പോൾ ഇത് ഒന്ന് പൊട്ടിച്ചിട്ട് തിന്ന് നമ്മളൊരു വിസിറ്റേഴ്സ് ഗാർഡനിൽ ഇട്ടുതരാം. 1-2 റിവ്യൂകളൊക്കെ വന്നവർക്ക് സമയം കിട്ടില്ല സമയത്ത് എടുത്തത്. രാജസ്ഥാൻ മാങ്ങയാണ്. രാജസ്ഥാൻ്റെ സദാബഹാർ മാങ്ങ. അതൊരു സെമി ഓൾ സീസണാണ്. എന്തായാലും ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം സീസണിൽ തന്നെ കായ്ക്കും. ഇപ്പോൾ ഓൾറെഡി കായ്ച്ച് കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 2-3 മാസം കഴിഞ്ഞാൽ വീണ്ടും ഇത് ഫ്ലവർ ചെയ്തിട്ട് വീണ്ടും മാങ്ങ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് സദാബഹാർ. രാജസ്ഥാൻ്റെ അവിടുത്തെ ഒരാളെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു മാങ്ങയാണ് സദാബഹാർ. ലോങ്കൻ്റെ പിങ് പോങ് വെറൈറ്റിയാണ്. പിങ് പോങ് ലോങ്കൻ്റെ വെറൈറ്റിയാണ്. ഇത് ഡാങ് സൂര്യൻ്റെ പ്ലാവാണ്. മീഡിയം പ്ലാവാണ് ഡാങ് സൂര്യൻ്റെ ചുവന്ന ചക്കൻ്റെ. ഇത് മെങ്കോസ്റ്റിൻ്റെ ഒരു ഹെവി പ്ലാന്റാണ്. അപ്പോൾ എത്ര ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഹൈറ്റിലൊന്നും വലിയ കാര്യമില്ല. ഇതൊരു മീഡിയം പ്ലാന്റാണ്. ഹെവി പ്ലാന്റ് വേറെ ഉണ്ട്. ഇത് മീഡിയം പ്ലാന്റാണ്. ഇതൊക്കെ മെങ്കോസ്റ്റിൻ്റെ ഹെവി പ്ലാന്റാണ്. ഇത് മെങ്കോസ്റ്റിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണിത്. ഇതിലും ഹെവി ഉണ്ട് കേട്ടോ. ഹെവി മീൻസ് നമ്മൾ മേലെന്ന് ഇങ്ങോട്ട് 2ാമത്തെ കാറ്റഗറിപ്പെട്ട മാവാണ്. മെങ്കോസ്റ്റിനാണ്. ഇതൊക്കെ അതിൻ്റെയും മിഡിലിൽ പെട്ട തൈകളാണ്. അങ്ങനെ ഒരു 4-5 കാറ്റഗറിയിലുള്ള ചെറുത് വലുത് അങ്ങനെ തുടങ്ങുന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെയാണ് ഹെവി പ്ലാന്റുകൾ. ഇത് ഓൾറെഡി ഇത് കൊണ്ടുവരുന്ന സമയത്ത് ലെങ്ത്ത് കട്ടായിട്ട് മുറിഞ്ഞു പോയതാണ്. ഇത് രണ്ടും കേബിൾ തട്ടിയിട്ട് അതങ്ങനെ വെച്ചതാണ്. ഇതാണ് നമ്മുടെ ചെറിയ പ്ലാന്റ്.
മാംഗോസ്റ്റീൻ്റെ ചെറിയ പ്ലാന്റ്, ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റാണിത്. ഇതാണ് നമ്മളെ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്ന മാംഗോസ്റ്റീൻ്റെ പ്ലാന്റ്. ഇത് ബ്ലാക്ക് ജാമുനാണ്, തായ്ലൻഡിൻ്റെ ഓൾറെഡി ഫ്രൂട്ടിങ് തുടങ്ങിയ തൈകളാണ്. പള്ളയിൽ ഒരു മീഡിയം പ്ലാന്റാണിത്. മീഡിയം പ്ലാന്റിൻ്റെ സൈസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ. ഇതൊക്കെ ഫുള്ള് ഫ്രൂട്ടായി തുടങ്ങിയ തൈകളാട്ടോ, അല്ലാതെ ചെറിയ തൈമങ്ങനെ കായ് പിടിപ്പിച്ച തൈകളല്ല. ഇതൊക്കെ കട്ട് ചെയ്തതാണ്, കാരണം ഒന്ന് ഹൈറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ്. മനോരഞ്ജിതാണിത് മാങ്ങ. എനിക്ക് വല്ലാണ്ടൊരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല, ഒരു കൈപ്പരസൊക്കെ പോലെ തോന്നിയൊരു മാങ്ങയാണിത്. പക്ഷേ ചിലർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അവരവരുടെ അഭിപ്രായം പറയുന്നു. മനോരഞ്ജിതം മാങ്ങ എനിക്ക് അധികമൊന്നും നിറയെ പൂവിടും, ഒരു 4-5 മാങ്ങയാണ് അധികം സാധാരണ ഉണ്ടാവാറ്. ഇത് നമ്മളെ കോയിട്ടപ്പഴം എന്ന് പറയും, നമ്മളെ കാനിസ്റ്റൽ. ഇത് തായ്ലൻഡ് വെറൈറ്റിയാണ്, കുറച്ച് കോസ്റ്റ്ലിയാണിത്. നമ്മളെ നാട്ടിലെ കോയിട്ടപ്പഴം വെറുതെ കിട്ടിയാലും ആരും വെക്കാത്തൊരു തയ്യാണ്. കാരണം അതും ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. ചിലരൊക്കെ നമുക്ക് അതുകൊണ്ട് ഇറങ്ങി കിട്ടുമല്ലോ, തൊണ്ടയിലിരിക്കുന്നൊരു സാധനം. ഇതതിൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ്, തായ്ലൻഡ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ തരണ്ട്. ഇപ്പോൾ നിറയെ ഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഭയങ്കര കോസ്റ്റ്ലിയാണ്. സാധാരണ നമ്മളെ ജബോട്ടിക്കനെക്കാട്ടിയൊക്കെ കോസ്റ്റ്ലിയാണ് ഈ സാധനം. വെറൈറ്റി തൈകളാണ്. കുറച്ച് തൈകളാണ്, 100 തൈ വന്നതിൽ കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഒരു 10-20 തൈയും കൂടെ ഏകദേശം ബാക്കിയുണ്ട്. ഇതാണ് മലേഷ്യൻ കുള്ളൻ്റെ ഹെവി പ്ലാന്റാണ്, മലേഷ്യൻ ഡാർഫ്. കാലാപ്പാടിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ്. ഇത് നമ്മുടെ പപ്പായി ഗോവ. ഒരു 10-30 തൈ വന്നതിൽ ഏകദേശം ഒരു 3-4 നമുക്ക് പണി കിട്ടി. അപ്പോൾ അതാണ് ഞാൻ കൊടുക്കാനായിട്ടില്ല എന്ന് പറയാൻ കാരണം. ഇത് ഏത് നിർഭാഗ്യവാൻക്കാണ് ഇത് കിട്ടുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ സെറ്റായി ഇലകളൊക്കെ വന്നതിൻ്റെ ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, പപ്പായി പേര അന്ന് വന്നില്ല, കൊടുക്കാനായില്ല എന്നുള്ളത്. അപ്പം അത് വരുന്ന ഒരു 5-6 ദിവസമൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും. അതിലിപ്പോൾ 3 പ്ലാന്റ് ഏകദേശം മരിച്ചു. അപ്പോൾ അതിൽ നിന്ന് സേഫായിട്ട് കിട്ടി ഭംഗിയായിട്ട് വളർന്നത് മാത്രമേ നമ്മൾ സെയിലിന് കൊടുക്കുകയുള്ളൂ. ഇതൊക്കെ പിന്നെ ബുഷ് ഓറഞ്ചാണ്, വെള്ളം കലക്കുന്ന ബുഷ് ഓറഞ്ച്. റംബുട്ടാൻ്റെ മീഡിയം പ്ലാന്റുകളാണ്. N18, അതേപോലെ തന്നെ നമ്മുടെ E35 മഞ്ഞ. അതാണ് 2 ഐറ്റം തൈകളുള്ള ഒരു മീഡിയം പ്ലാന്റുകൾ. ഇതൊക്കെ ഹിമാപസന്തിൻ്റെ ഒക്കെ മീഡിയം പ്ലാന്റാണ്. ഹിമാപസന്ത് ഒക്കെ ഫ്ലവർ ചെയ്താണ്. ഹിമാപസന്ത്, ബംഗനാമ്പള്ളി, ബദാമി എന്ന് പറഞ്ഞ മാങ്ങയാണ്. ഫുള്ളി ഫ്ലവർ ചെയ്ത മീഡിയം പ്ലാന്റുകളാണ്. നേരത്തെ ഞാൻ ജംബോ പ്ലാന്റുകൾ കാണിച്ചിരുന്നു, അതിൻ്റെ നേരെ താഴെയുള്ള പ്ലാന്റുകളാണിത്. ഒക്കെ ഹെവി പ്ലാന്റുകളാണ്. ബംഗനാമ്പള്ളി കംപ്ലീറ്റ് ഫ്ലവർ ചെയ്തിട്ടുണ്ട്, ബദാമി എന്ന് പറഞ്ഞത്. ഇത് ഹിമാപസന്ത് എന്ന് പറഞ്ഞ മാങ്ങയാണ്. ഹിമായത്ത് എന്നുള്ളൊരു പേരുണ്ട്. ഇതൊക്കെ ബംഗനാപള്ളിയാണ്, ബദാമി. അതേപോലെ മല്ലികൻ്റെ മീഡിയം പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ മല്ലികൻ്റെ മീഡിയം പ്ലാന്റാണ്. ഇതൊക്കെ എന്തായാലും ഈ കൊല്ലം ഫ്ലവർ ചെയ്യും. ഇതിപ്പോൾ ഒക്കെ വന്ന ക്ഷീണത്തിൽ നിൽക്കുകയാണ്. ഒക്കെ ഇൻഡിവിജ്വലായിട്ട് വെയിലത്തേക്ക് കൊണ്ട് വന്നാലാണ്. ഇതൊക്കെ യാത്രയിൽ വരുന്ന ക്ഷീണമാണ്. കമ്പുകൾ ഒടിഞ്ഞത് പൊട്ടിക്കാതെ അതേപോലെ കിടന്നതാണ്. ഇത് നമ്മളെ ചാമ്പ ഇനത്തിൽപ്പെട്ടതാണ്. ഡൽഹരി ചാമ്പൻ്റെ ഹെവി പ്ലാന്റുകളാണ്. അപ്പോൾ ജസ്റ്റ് പലരും ചോദിച്ചിരുന്നു, ഫുള്ള് ഇത് കഴിഞ്ഞ സീസണിലൊക്കെ ഫ്ലവർ ചെയ്ത തൈകളാട്ടോ. അപ്പം ഞാൻ അതിനൊന്നുകൊണ്ട് കട്ട് ചെയ്ത് ഒന്ന് മൊട്ടയാക്കിയിട്ട് ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. ഇത് തായ്ലൻഡ് ലെമണ്. മല്ലിക അതവിടെ പൂത്തിട്ടുണ്ട്. മല്ലിക പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ദിവസമൊന്നും ഇപ്പോൾ നമ്മളിതിൻ്റെ അടുത്തേക്ക് വരില്ല, അതാണ് പ്രശ്നം. ഇത് തായ്ലൻഡിൻ്റെ ലൈമാണ്. കുറച്ചും കൂടെ തൈകളുണ്ട്. ഇത് നമ്മുടെ ലൂബിക്ക, മധുര ലൂബിക്ക ആയിട്ടില്ല. ഫുള്ള് ഫ്ലവർ ചെയ്ത ഹെവി പ്ലാന്റുകളാണ്. ഇത് ബ്ലാക്ക് ജാമുൻ്റെ ഹെവി പ്ലാന്റാണ്. ഇത് കട്ട് ചെയ്തിട്ടൊന്നിങ്ങനെ ഉരുട്ടി കൊണ്ടുവരാനുള്ളൊരു പരിപാടിയിലാണ്. അതാണ് ഇപ്പോൾ അത് സെയിലിന് കാണിക്കാത്തത്. അത്യാവശ്യം വരുന്നവർക്ക് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഫ്ലവർ ചെയ്ത ബ്ലാക്ക് ജാമുൻ്റെ, തായ്ലൻഡ് ജാമുന്, കിങ് ജാമുന്, KG10 എന്നൊക്കെ പല പേരിലും പല നഴ്സറിക്കാർ പല പേരിൽ അറിയപ്പെടുന്ന
ഞാവലും പഴമാണ്, നമ്മൾ പക്കാൽ പറഞ്ഞ ഞാവലും പഴം തൈകൾ. അതേപോലെ ഇത് നമ്മുടെ ആപ്പിൾ റുമാനിയ മാങ്കയാണ്. ആപ്പിൾ റുമാനിയ ഫുള്ള് ഫ്ലവർ ചെയ്ത തൈകളാട്ടോ എല്ലാം. ഇതൊക്കെ ഒരു മീഡിയം പ്ലാന്റാണ്. ആപ്പിൾ റുമാനിയ നമ്മളെ ഇത് റംബുട്ടാൻ്റെ ഹെവി പ്ലാന്റ് ഏകദേശമൊക്കെ കഴിഞ്ഞു. ഒരു 3-4 പ്ലാന്റും കൂടെ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ സീസണിൽ കായ്ച്ച പ്ലാന്റുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ്. കണ്ടില്ലേ, ഇതിൻ്റെ കടവണ്ണത്തൊക്കെ കണ്ടില്ലേ, ഹെവി പ്ലാന്റാണ്. ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ ഹൈറ്റിലേക്ക് പോയത് നമ്മൾ ഹൈറ്റ് കട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്. ഇത് സീസറാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ഒരു അടുത്ത കൊല്ലം ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. തൈകളാണ് റംബുട്ടാൻ്റെ NIT-ൻ്റെ. പിന്നെ അബിയുവിൻ്റെ മീഡിയം പ്ലാന്റാണ്. ഇതൊക്കെ അബിയുവിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ്. അബിയുവിൻ്റെ ഒരു മീഡിയം പ്ലാന്റ് തന്നെ ഏകദേശം മിഡിൽ പ്ലാന്റാണ്. ഹെവി പ്ലാന്റിൽ ഇനിയിപ്പോൾ ഈ ഒറ്റ തന്നെ ബാക്കിയുള്ളൂ. ഫുള്ള് ഫ്രൂട്ടഡ് പ്ലാന്റാണ്. ഇപ്പോൾ സീസൺ കഴിഞ്ഞു. ഇതാണ് ഏറ്റവും ജംബോ പ്ലാന്റ്. പിന്നെ അതിൻ്റെ താഴെയുള്ള പ്ലാന്റ്, അതിൻ്റെ താഴെയുള്ള പ്ലാന്റ്, പിന്നെ 3 കാറ്റഗറി ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇതിൻ്റെ മിഡിലിൽ വേറെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു രൂപം തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫുള്ള് ഇപ്പോൾ ഒരു കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത്ര ഉറുപ്പ്യൻ്റെ പ്ലാന്റ് മതി എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റ് നമ്മൾ അതിനുള്ള വെറുത്തുള്ള സാധനമാണ് നിങ്ങൾക്ക് തരിക. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അബിയുവിൻ്റെ മീഡിയം പ്ലാന്റുകളാണ്. അതിൽ തന്നെ 3-4 കാറ്റഗറി ഉണ്ട്. അത് പ്രൈസ് ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. പ്രൈസ് ലിസ്റ്റിൽ സൈസ് വൈസാണ് അതിൻ്റെ പ്രൈസ് ഉണ്ടാകുക. ഇതൊക്കെ മലേഷ്യൻ കുള്ളൻ്റെ തൈകളാണ്. മീഡിയം പ്ലാന്റാണ്. പുലാസാൻ്റെ 2-3 പ്ലാന്റ് അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അധികമൊന്നുമില്ല. ഇത് മീഡിയം പ്ലാന്റ് ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ചിലതുമ്മലൊക്കെ അത് ഫ്ലവർ ചെയ്തിരുന്നു. നീ പണ്ടിതാ ഇതൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലറിയാം, ഇതൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വർഷം അത് കായ പിടിക്കുമോ എന്നുള്ളത് പ്രയാസമാണ്. ഇതൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മീഡിയം പ്ലാന്റാണ്. ഇതിന്മേൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട് പുലാസാൻ്റെ. അപ്പോൾ എനിക്കൊരു സന്തോഷം ഇപ്പോഴത് കാണണേ ഞാൻ. കാരണം കുറേ ആളുകൾ ഈ തൈ കൊണ്ടുപോയിട്ടുണ്ട്, അവരതും ഫ്ലവർ ചെയ്തിട്ടുണ്ടാവും. ഇത് പുലാസാൻ്റെ ഒരു മീഡിയം പ്ലാന്റുകളാണ്. എൻ്റെ ഫുള്ളി ബുഷി പ്ലാന്റ് കേട്ടോ. നേരത്തെ കാണിച്ചത് ഇങ്ങനെ കോല് പോലെ പോയിട്ട് ഫ്ലവർ ഇട്ടതാണ്. ഇതൊക്കെ ഫ്ലവർ ചെയ്ത തൈകളാണ്. ഫ്ലവർ കൊഴിഞ്ഞു പോയതാണ് യാത്രയിൽ. പുലാസാൻ്റെ നല്ല ബുഷി പ്ലാന്റാണ്, ഹെവി പ്ലാന്റാണ്. ഇതൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഗെറ്റപ്പ് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ്. ഭംഗിയുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ കമ്പ് മുറിഞ്ഞതാണ്. ഓക്കെ, ഇതാണ് പുലാസാൻ്റെ. ഇനി അധികം ഇല്ല, ഈ ഒരു 3 ഇതൊരു ഹെവിയും പാടെ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ നേരത്തെ കാണിച്ച ആ തൈകൾ. ഒരു പരീക്ഷണം നടത്തിയാണ്. താഴെയുള്ളൊരു വലിയ തൈനെ പിടിച്ചിട്ട് പറിച്ചെടുത്ത് ഡ്രമ്മിലേക്ക് വെച്ചാണ്. പക്ഷേ വേറൊരു ആവശ്യത്തിന് വേണ്ടി പറിക്കേണ്ടി വന്നതാണ്. എന്തായാലും അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അത് എന്തായാലും ഒരു കൊല്ലം പിടിക്കും അതൊക്കെ ഒന്ന് ലെവലായി വരാൻ. ഫുള്ള് ഫ്രൂട്ട് ചെയ്ത ജംബോ പ്ലാന്റ് ആയിരുന്നു. അതേപോലെ ഇത് നമ്മളെ മദർ പ്ലാന്റ് ആക്കിയിട്ട് വെച്ചാണ് കാലിഫോർണിയൻ ചിക്കു. അത്യാവശ്യം നന്നായിട്ട് കായപ്പിടുത്തം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രയലിന് വേണ്ടിയിട്ട് ആദ്യം 10 തൈകളെ കൊണ്ടുവന്നത് തായ്ലൻഡിൻ്റെ തന്നെയാണ്. പക്ഷേ ഓവർ സൈസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ഓവൽ ടൈപ്പിൽ ഒരു മീഡിയം സൈസാണ് ഇതുണ്ടാവുക. തായ്പത്തി സപ്പോർട്ടയാണ്. ജബോട്ടിക്കിൻ്റെ മീഡിയം പ്ലാന്റാണിത്. ഏറ്റവും നമ്മളെ അടുത്തുള്ള മീഡിയം ചെറിയ പ്ലാന്റാണിത്. അത് തന്നെ ഫ്ലവർ ചെയ്ത് കായായി തുടങ്ങിയിട്ടുണ്ട്. ചിലതിമേലൊക്കെ ഫ്രൂട്ട് കാണുന്നുണ്ട്. ഇതതിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ്. ആ ചെറിയ കാറ്റഗറി കഴിഞ്ഞാൽ ഉള്ള പ്ലാന്റ്. ഹെവി പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ ഫ്ലവർ ചെയ്ത് കായ്ച്ച തൈകളാട്ടോ. ഇനി ഇതിൻ്റെ വലുതുണ്ട്. ഇത് നാംഡോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ നാംഡോക്കാണ്. അതിലൊരു തൈ ഇപ്പോൾ ഇവിടെയും പെട്ടതാണ്. ഫുള്ള് ഫ്ലവർ ചെയ്തിട്ട് തണ്ടുമ്മ വരെ ഫ്ലവറാണ്. ഇത് നോക്കിയാൽ അറിയാം. ഇതൊക്കെ മാങ്ങ കായ്ച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. മാങ്ങ തിന്നാന്ന് മാത്രമല്ല, അത് കാണുന്ന ഈ വെറൈറ്റി മാങ്ങകളൊക്കെ അത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. അതിനും കൂടെ പറ്റിയൊരു വെറൈറ്റിയാണ്. വെറും മാങ്ങ തിന്നാന്നുള്ളൊരു ഉദ്ദേശത്ത് മാത്രം വെക്കുന്ന ഹൈഫൈ മാങ്ങകളല്ല. ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനുമാണ് ഒരു ഭാഗ്യം. അപ്പോൾ ഇതിന് പറ്റിയ തൈകളാണ് ഇതൊക്കെ. മീഡിയം തൈകളാണ്. സീഡ് ലൂബിൻ്റെ ഫ്രൂട്ടഡ് പ്ലാന്റുകൾ തന്നെയാണ്.
മീഡിയം തൈകളാണ്, നിറയെ ഫ്രൂട്ട് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഇതൊക്കെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർ വെച്ചാൽ നമുക്ക് അതിന് വളം കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടാണ്, മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഇതൊക്കെ നമ്മളെ ഡിസ്പ്ലേ പീസാണ്. റെഡ് ഡ്രാഗണ് കണ്ടില്ലേ, നാംഡോക്കുമായി പൂത്ത് കിടക്കുന്നത് കണ്ടില്ലേ. ഓ, എന്താ അതിൻ്റെ ഫ്ലവറിങ് കപ്പാസിറ്റി ഒക്കെ. ഏത് മാവാണ് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവെക്കാനുള്ളത്? നമ്മളെ ടൗസർ കുട്ടികളില്ല, കുട്ടികൾ കാണാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു വിദേശ വിരോധമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഈ ദേശ മാങ്ങ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞവരെ ടൗസറും പാൻറ്റൊക്കെ അമേരിക്കൻ ബ്രാൻഡാണ്, അവർ കെട്ടിയ വാച്ച് അമേരിക്കൻ ബ്രാൻഡാണ്. അപ്പോൾ അതൊക്കെ ഒരു ഷോ കാണിക്കലാണ്. നമുക്ക് നല്ലത് കഴിക്കുക, നമുക്ക് നമ്മളെ ഒരു ഐഡൻറ്റിറ്റി ആണ് നമ്മളടുത്തുള്ള സാധനങ്ങൾ. ഒരു വാച്ചാണെങ്കിലും ഇനി ഒരു മാവാണെങ്കിലും ഒരു കാറാണെങ്കിലൊക്കെ അത് അവരവരുടെ പ്രൗഢി വിളിച്ചറിയിക്കുന്നൊരു സംഗതിയാണ്. അത് അവരവരുടെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചിട്ട് വെക്കുക. അതാണ്. ഇനിയപ്പോൾ നേരെ നമുക്ക് ഒരു മീഡിയം പ്ലാന്റിൻ്റെ സെക്ഷനിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈഫൈ മാങ്ങകൾ ജസ്റ്റ് ഒന്ന് കാണിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഹൈഫൈ മാങ്ങകൾ തുടങ്ങുന്നത്. നമ്മൾ എന്താ പറയുക, അനിൽ നഴ്സറിയിൽ ഗുജറാത്തിൽ പോയിട്ട് കൊടുത്ത മാങ്ങയില്ലേ, അവർ ആ മാങ്ങയാണ്. അപ്പോൾ ഇത് ഇവിടെ എവിടെയും കിട്ടൂല, ഗുജറാത്തിൽ പോയാലേ കിട്ടുള്ളൂ. ഇതൊക്കെ കണ്ടോ, ഫുള്ള് ഫ്രൂട്ട് ചെയ്ത്. അപ്പോൾ നമ്മളിത് അന്ന് തൈ കൊണ്ടുവരുമ്പോൾ കാണിച്ചിരുന്നു. ഇതൊക്കെ ഫുള്ള് ലെമൺ സസ്റ്റാണ്. ലെമൺ സസ്റ്റ് എന്ന് പറഞ്ഞ മാങ്ങയാണ്. ഫുള്ള് ഫ്രൂട്ട് ചെയ്ത് കണ്ടിരിക്കുകയാണ്. എല്ലാ വെറൈറ്റികളും ആൾമോസ്റ്റ് ഞാൻ അന്ന് ടെസ്റ്റിങ്ങിന് കൊണ്ടുവന്ന ആൾമോസ്റ്റ് എല്ലാ വെറൈറ്റികളും പൂത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ശത്രുവശത്തുള്ളവർ പലതും പറഞ്ഞ് പരത്തിയിരുന്നു. എന്തായാലും അവരും കൂടെ ഒന്ന് കണ്ടോട്ടെ. ഇതാണ് ലെമൺ സസ്റ്റ് ഫ്ലവർ ചെയ്തിട്ടുള്ളത്. നമ്മളെ സെലക്ഷനൊന്നും മോശമായിട്ടില്ല എന്നുള്ളത്. ഇത് ലെമൺ സസ്റ്റ്. ഇനി അടുത്തൊരു സെക്ഷനാണിത് കൗമനി. കൗമനി ഏകദേശമൊക്കെ ചിലതൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്, ഇതും ഫ്ലവർ ചെയ്യും എന്നുള്ള ഒരു പൂർണ്ണ ഉറപ്പ് എനിക്കുണ്ട്. കൗമനി മാംഗോ ആണ്. നോമി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നോമി, ഈജിപ്ഷ്യൻ്റെ നോമി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് എല്ലാം ഫുള്ള് ഫ്ലവർ ചെയ്താൽ കേട്ടോ. ഇനി ഒരു മായ മാംഗോ ഉണ്ടായിരുന്നു, ഇതിൽ തിരഞ്ഞിട്ട് കാണുന്നില്ല. മായ കസ്റ്റമർ കൊണ്ടുപോയി തീർന്നോ എന്നുള്ള അറിയില്ല. ഇർവിനാണ്, ഇതൊക്കെ ഇർവിനാണ്. ഇർവിൻ, എഗ് ഓഫ് സണ്ണ്, മിയാസാക്കിയൊക്കെ ഒന്നാണെന്നാണ് പറയണത്. എന്തായാലും നമുക്ക് കാണിക്കാം. ഇതൊക്കെ ഷിയാസിയാണ്. മായ ഓൾമോസ്റ്റ് കഴിഞ്ഞെന്നാണ് തോന്നുന്നു. മായ ഉണ്ട്. മായ ഇസ്രായേൽ ഫാമിലി, ഇസ്രായേലിൻ്റെ നാട്ടിൽപ്പെട്ട മാങ്ങയാണ്. അവിടെ കിടക്കട്ടെ, വെറുതെ തമാശ പറഞ്ഞാട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി മാങ്ങകളാണ്. ഇതാണ് നമ്മളൊരു ടോപ്പ് 10 വെറൈറ്റി, ന്യൂ വെറൈറ്റി ഇപ്പോൾ നമ്മളെ ഗാർഡനിൽ അവൈലബിൾ അല്ലാത്ത. ഇനിയൊക്കെ അതിൻ്റെ കോപ്പി ഇഷ്ടം പോലെ ഇറങ്ങും. നമ്മൾ നല്ല മാങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രൂപേൻ്റെ സ്റ്റിക്കർ പഠിക്കും. കണ്ട അണ്ടനും അടകോടാനും മാങ്ങമലൊക്കെ ഇപ്പോൾ ആ സ്റ്റിക്കർ കയറും. പണ്ട് ഞാൻ ഇവിടെ 11C മാങ്ങ തൈ എനിക്ക് വരെ കിട്ടിയിട്ടില്ല, അവിടെ ഞാൻ വരെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ നഴ്സറികളിൽ വന്നപ്പോൾ ഇത്ര പോകുന്ന തൈകൾ ഇരിക്കണത് 11C. അപ്പോൾ ഞാൻ അപ്പോൾ റസാക്ക അത് നോക്കണ്ടെന്നാണ് പറഞ്ഞത്. റസാക്ക നിങ്ങൾ പോയിക്കോളിയത്. അപ്പം നമ്മളെന്താണോ ഒരു നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ സ്റ്റിക്കർ പ്രൊഡക്ഷൻ തുടങ്ങും. പിന്നെ നെറ്റിൽ എല്ലാത്തിൻ്റെയും ഫോട്ടോ കിട്ടുമല്ലോ. ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വെറൈറ്റി. ഇനി ഉള്ള ഹെവി പ്ലാന്റുകൾ ഇതാണ്. നമ്മുടെ എന്താ പറയുക, ക്യൂസാമ്പായിൻ്റെ ഹെവി പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ക്യൂസാമ്പായിൻ്റെ ഹെവി പ്ലാന്റുകൾ എല്ലാം, എൻ്റെ പ്ലാന്റിൻ്റെ ഒരു ഗെറ്റപ്പ് കണ്ടാൽ മതി നിങ്ങൾക്ക്. എൻ്റെ സൈസ് കണ്ടില്ലേ, എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. പിന്നെ ഈ ചില കമ്പുകളൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. അത് യാത്രയിൽ കൊണ്ടുവരുമ്പോഴൊക്കെ വരുന്ന ക്ഷീണങ്ങളാണ്. അതൊക്കെ നമ്മൾ താഴെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കവറിലിരിക്കുന്ന പോലെയല്ല, താഴെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര ഗ്രോത്തായിട്ട് വരും. അതേപോലെ R2E2 ഒരു മീഡിയം പ്ലാന്റാണിത്. ഇതൊക്കെ R2E2 ഒക്കെ നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. R2E2 ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെ കസ്റ്റമർ നമ്മളെ അടുത്ത് നിന്ന് ഒരുപാട് തൈകൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവരും കൂടെ ഇത് കായ്ച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അത് നമുക്കൊരു പേടിയാണ്. കാരണം ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്ന തൈകളല്ല, നമ്മൾ ഓരോ സ്ഥലത്ത് പോയി കൊണ്ടുവരുന്ന തൈകളാണ്. അപ്പോൾ അത് എന്തായിരിക്കും, ഒറിജിനലാവുമോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാവും. കാരണം പറ്റിക്കപ്പെടും, നമ്മൾ ഒരുപാട് പറ്റിക്കപ്പെടും. നമുക്കൊരു 2-3 തൈകളാണ് നമുക്ക് കാണിക്കാം, അത് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 20-30 തൈകൾ അതിൻ്റെ കൂടെ മിക്സിങ് വരുമെന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവും.
അപ്പോൾ ഇതൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ എടുത്ത പാർട്ടീനെ ഒരു വിശ്വാസം കൂടുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട RT2 ഫുള്ള് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇത് RT2ൻ്റെ ഹെവി പ്ലാന്റാണ്. ഇത് കൊട്ടൂർക്കോണാണ്. കൊട്ടൂർക്കോണത്തിൻ്റെ ഹെവി പ്ലാന്റുകളാണ്. ഓൾറെഡി മാങ്ങൊക്കെ ഉണ്ടായി തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ അവിടെ എത്തുമ്പോഴേക്ക് പൊട്ടിപ്പൊളിഞ്ഞ് പോകും. അത് വേറെ കാര്യം. കാരണം ഇത് ഒന്നാകെ ബൾക്കായിട്ട് കയറ്റുമ്പോൾ അത് കൊഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ജസ്റ്റ് കായ്ച്ച് പൂത്ത തൈകളാണെന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത തൈകളൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നാംഡോക്കുമൈൻ്റെ തൈകളാണ്. ഇത് കാലാപ്പാടിൻ്റെ ഹെവി പ്ലാന്റുകളാണ്. കഴിഞ്ഞു. ഇനി ഒരു 5-8 തൈകളും കൂടെ ഉള്ളൂ. ഈ കാലി കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടാലും അറിയാം. കുറേ സ്ഥലങ്ങൾ കാലിയായതൊക്കെ ഇപ്പോൾ തൈകൾ പോയി കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ 16-ാം തീയതി കാസർഗോഡ് ട്രിപ്പ് ഉണ്ട്. കാസർഗോട്ടേക്ക് കുറേ ഇതിൽ കയറി പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു തരാത്തത്. അത് ഇന്ന് ഫോട്ടോ എടുത്ത് നാളെ ചിലപ്പോൾ ആ തൈ കാണണമെന്നില്ല. അപ്പോൾ ഇത് കാലാപ്പാടിൻ്റെ ഒരു മീഡിയം തൈയാണ്. കാലാപ്പാടിൻ്റെ മീഡിയം തൈയാണ്. ഇത് കാലാപ്പാടിൻ്റെ ഹെവി പ്ലാന്റാണ്. അപ്പോൾ മീഡിയം ഹെവി മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയൊക്കെ ചെറുതൊക്കെ അവിടെ ഉണ്ട്. ഇത് നാംഡോക്കുമായിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ്. നാംഡോക്കുമായിൻ്റെ മീഡിയം പ്ലാന്റാണ്. ഇതൊക്കെ ക്യൂസാമ്പറാട് പൂത്ത തൈകളാട്ടോ. ക്യൂസാമ്പായിൻ്റെ പൂത്ത തായ്ലൻഡ് ഫെസ്റ്റിവൽ മാങ്ങൻ്റെ പൂത്ത തൈകളാണ് ഈ കാണുന്നത് മുഴുവനും. ഓൾറെഡി എല്ലാം മാങ്ങ ഉണ്ടായി തുടങ്ങിയ തൈകളാണ്. ഇതൊക്കെ ഒരു ആഡംബര മാങ്ങകൾ എന്ന് പറയാം. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. അതാണ് ഞാൻ ആഡംബര മാങ്ങകൾ എന്ന് പറഞ്ഞത്. കാരണം ഒരു സാധാരണക്കാരനക്ക് വെക്കാൻ പറ്റുന്നൊരു മാങ്ങകളല്ല. 200, 300, 500 രൂപയിൽ ഒതുങ്ങുന്ന തൈകളാണ് നമ്മളൊരു സാധാരണക്കാരുടെ മാങ്ങ എന്ന് പറയാം. പിന്നെ അവരവരുടെ സാമ്പത്തികം അനുസരിച്ചൊക്കെ ഇതിൻ്റെ ചെറിയ തൈകൾ വാങ്ങിക്കാൻ കിട്ടും. അത് വെക്കുക. ഇത് റെഡ് ഡ്രാഗൻ്റെ ഒരു മീഡിയം തൈകളാണ്. കൊളമ്പ്, ശ്രീലങ്കൻ്റെ കൊളമ്പ് മാവാണ്. ഇത് ഹിംസാഗർ, ഇതൊരു ഉത്തരേന്ത്യൻ മാങ്ങയാണ്. ഹിംസാഗർ ഒക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. ഹിംസാഗർ ഇത് പൂത്തിട്ടില്ല. ചോൺസയാണ്. ഇത് ചോൺസൻ്റെ ജംബോ പ്ലാന്റാണ്. അപ്പോൾ അത് പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അതും സെയിലാക്കും. ഇത് ഹിംസാഗറാണ്. ഹിംസാഗർ പൂത്തിട്ടുണ്ട്. കുറേ ആളുകൾ പൂത്ത പ്ലാന്റുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ പൂത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാന്റുകളും പൂവുണ്ടാവും, വലിയ പ്ലാന്റുകളും പൂവുണ്ടാവും. ചെറിയ മാവുമ്മലും പൂക്കണം. കാരണം ഇത് വെള്ളരി മാവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ എന്താ ഞാൻ പറയാം. അപ്പം അങ്ങനെ പൂത്ത തൈകൾ വേണമെങ്കിൽ അങ്ങനെ. അതൊക്കെ കുളമ്പാണ്. കുളമ്പൊക്കെ അവിടെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് മിയാസാക്കിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ്. അപ്പോൾ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ്. ഇത് മിയാസാക്കിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ്. ഹെവി പ്ലാന്റുകളൊക്കെ കഴിഞ്ഞു. ഇനി ഒന്നിവിടെ ഡ്രമ്മിൽ ഇരിക്കുന്നുണ്ടായിരുന്നതാ. ഇത് സിന്ദൂരം എന്ന് പറഞ്ഞ മാങ്ങയാണ്. നമ്മളെ നാട്ടിലെ മാങ്ങയാണ് സിന്ദൂരം. ലോക്കൽ വെറൈറ്റിയിൽ പെട്ട മാങ്ങയാണ്. ഇത് മിയാസാക്കിൻ്റെ കുറച്ചൊരു ഹെവി പ്ലാന്റാണ്. അത് തള്ളത്താണ് ഇരിക്കണമെന്ന്, വെയിലത്തേക്ക് മാറ്റണം. മിക്കവാറും ഈ സീസണിൽ തന്നെ അത് കായ്ക്കും. കഴിഞ്ഞ സീസണിൽ അത് മാങ്ങോട് കൂടിയിട്ട് അവിടെ നിന്ന് കൊടുന്ന തൈയാണ്. ഇതാണ് കാട്ടിമൂണ്ട മീഡിയം പ്ലാന്റുകളാണ്. കാട്ടിമൂണ്ട ഒക്കെ ഫ്ലവർ ചെയ്ത തൈകളാണ്. പൊട്ടിച്ചിട്ടതാണ്. ഒക്കെ കണ്ടില്ലേ, ഒക്കെ ഫ്ലവർ ഉണ്ടായിരുന്നതാണ്. നമ്മൾ പൊട്ടിച്ച് ഒഴിവാക്കിയാണ്. അടുത്ത കൊല്ലമൊക്കെ മുതൽ കായ്ച്ചാൽ മതി. ഇതാണ് കാട്ടിമൂണ്ട ഹെവി പ്ലാന്റ്. പൂവിട്ട് തൈ കൊടുക്കലല്ല, നല്ല ആരോഗ്യമുള്ള തൈ കൊടുക്കലാണ് നമ്മളെ പരിപാടി. ഇത് ബോഗൺവില്ല. ഇപ്പോൾ എന്തായാലും ബൈൻഡപ്പ് ചെയ്യാണ്. ബോഗൺവില്ല നമ്മൾ പുറത്ത് വെക്കാൻ കുറച്ച് ലൈറ്റാണ്. അപ്പോൾ ഇത് മൾട്ടി കളറാണ്. അതിൻ്റെ സിംഗിൾ കളറൊക്കെ അവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മൾട്ടി കളർ ബോഗൺവില്ലയാണ്. അപ്പം ഇതിനൊക്കെ വ്യത്യസ്ത പേരുകളുണ്ട്. ചില്ലി റെഡ്, റെയിൻബോ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത ഫെറോപ്പാൽ, ടൊമാറ്റോ റെഡ്, അങ്ങനെ 4-5 കളർ മിക്സുള്ള തൈകളാണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കണ്ട് നിങ്ങളും അടുത്തിട്ടുണ്ടാവും. വീഡിയോ ചെയ്ത് ഞാനും ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ്, തിരൂർ.
കമൻറ്റുകളൊക്കെ പ്രത്യേകം പരിഗണിക്കുന്നതാണ്. എനിക്കറിയാം അത്യാവശ്യം കമൻ്റ് ഉണ്ടാവും. ഓക്കെ, ബായ്.